PSC ഈസി ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കറണ്ട് അഫയേഴ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട 100 ക്വസ്റ്റ്യൻസ് ആണ്. ഇനി വരുന്ന എക്സാമുകൾക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള 100 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ടവ മാത്രം സെലക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2023 ലോക പരിസ്ഥിതി ദിന സന്ദേശം. 2023 ലോക പരിസ്ഥിതി ദിന സന്ദേശം ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നുള്ളതാണ്. ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. ലോക പരിസ്ഥിതി ദിന വേദിയൊക്കെ PSC ചോദിക്കാറുണ്ടല്ലോ. ഇപ്പൊ കഴിഞ്ഞ എക്സാമിന് LDC തിരുവനന്തപുരം എക്സാമിന് വരെ പിന്നെ ലോക പരിസ്ഥിതി ദിനം 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ വേദിയായ ആതിഥേയത്വം വഹിച്ച രാജ്യം ചോദിച്ചിട്ടുണ്ട് അല്ലെ, സൗദി അറേബ്യ. അപ്പൊ 2023 ലോക പരിസ്ഥിതി ദിന സന്ദേശം ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നുള്ളതാണ്. നോട്ട് ചെയ്തോളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 16ാമത് കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ. 16ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയാണ്. അരവിന്ദ് പനഗരിയ. അദ്ദേഹം അടുത്തിടെ ഒരു പുസ്തകം പുറത്തിറക്കി. അതിന്റെ പേര് ഇന്ത്യാസ് ട്രേഡ് പോളിസി. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേരാണ് ഇന്ത്യാസ് ട്രേഡ് പോളിസി. അതുപോലെ എമർജിംഗ് ഇന്ത്യ എന്നുള്ളത് അരവിന്ദ് പനഗരിയുടെ പുസ്തകത്തിന്റെ പേരാണ് കേട്ടോ. അപ്പൊ 16ാമത് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ. ഇനി കേന്ദ്ര ധനകാര്യ കമ്മീഷൻ അംഗമായ മലയാളി ചോദിച്ചാല് ആനി ജോർജ് മാത്യു ആണ് കേട്ടോ. ആനി ജോർജ് മാത്യു. അടുത്തത്, രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം അടൽ സേതു ആണ്. അടൽ സേതു 16.8 കിലോമീറ്റർ ആണ് കേട്ടോ നീളം. രാജ്യത്തിലെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാതയാണ് കടൽപ്പാലം അടൽ സേതു. അടൽ സേതു അഥവാ മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക്. മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് ആണ് പിന്നെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം. അടുത്തത്, നാസയുടെ ലൂസി ദൗത്യം ഏത് ഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലൂസി എന്ന് പറഞ്ഞ ദൗത്യം ഏത് ഗ്രഹമാണ്? വ്യാഴം. വ്യാഴവുമായി ബന്ധപ്പെട്ടതാണ്. വ്യാഴത്തെ കുറിച്ചുള്ള പഠനം നടത്താനുള്ള നാസയുടെ ദൗത്യമാണ് ലൂസി. അതുപോലെ വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പയെ കുറിച്ചുള്ള പഠനം നടത്താൻ വേണ്ടിയിട്ടുള്ള നാസയുടെ തന്നെ പിന്നെ ഒരു മിഷന്റെ പേരാണ് യൂറോപ്പ ക്ലിപ്പർ. യൂറോപ്പ ക്ലിപ്പർ കേട്ടോ. അത് വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പയെ വലം വെച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സാറ്റലൈറ്റ് ആണെങ്കിൽ ലൂസി ദൗത്യം ഏത് ഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ വ്യാഴം. ആരുടേതാണ്? നാസ, അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയുടേതാണ്. നെക്സ്റ്റ്, 75 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ മണ്ണിൽ പിറന്ന ചീറ്റക്കുഞ്ഞിന് നൽകിയ പേര്. ഇന്ത്യയിൽ പിറന്ന ചീറ്റക്കുഞ്ഞിന്റെ പേര് മുഗി എന്നാണ്. മുഗി. നെക്സ്റ്റ്, 2024 അർജുന അവാർഡ് നേടിയ മലയാളി ലോങ് ജംപ് താരാരാണ്? M ശ്രീശങ്കർ ആണ്. M ശ്രീശങ്കർ. അതുപോലെ അദ്ദേഹം തന്നെയാണ് 35ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ചത് കേട്ടോ. 35ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡിന് അർഹനായത് M ശ്രീശങ്കറാണ്. അതുപോലെ 2024 അർജുന അവാർഡ് നേടിയ മലയാളി ലോങ് ജംപ് താരാണ് M ശ്രീശങ്കർ. നെക്സ്റ്റ്, സംസ്ഥാനത്ത് ഏറ്റവും അധികം പച്ചത്തുരുത്തുകളുള്ള ജില്ല. ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകളുള്ള ജില്ല ഏതാണ്? കാസർഗോഡാണ് കേട്ടോ. കാസർഗോഡ് ഏറ്റവും അധികം. ആദ്യത്തെ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല ചോദിക്കുകയാണെങ്കിൽ തിരുവനന്തപുരമാണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല തിരുവനന്തപുരം. എന്നാൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ പച്ചത്തുരുത്തുകളുള്ള ജില്ല ഏതാണ്? കാസർഗോഡ്. അടുത്ത ക്വസ്റ്റ്യൻ, കുടുംബശ്രീ സംസ്ഥാന കലോത്സവം അരങ്ങിന്റെ വേദി ഏതാണ്? അരങ്ങ് എന്ന് പറഞ്ഞാൽ കുടുംബശ്രീയുടെ സംസ്ഥാന കലോത്സവമാണ്. അത് 2024 വേദി തൃശ്ശൂരാണ്. തൃശ്ശൂർ. മറയൂരിലെ ഗോത്ര ജനതയെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നതിനുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ പദ്ധതിയുടെ പേര് കനവ്. കനവ്. കനവ് എന്ത് പദ്ധതിയാണ്? മോട്ടോർ വാഹന വകുപ്പിന്റെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നതിനുള്ള പദ്ധതിയാണ്. ആരെയാണ്? മറയൂരിലെ ഗോത്ര ജനതയെ. മറയൂർ ഗോത്ര ജനതയെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നതിനുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ പദ്ധതിയുടെ പേര് കനവ്. അതുപോലെ RBI നവതി ആഘോഷത്തോടനുബന്ധിച്ച് എത്ര രൂപ നാണയമാണ് പുറത്തിറക്കിയത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നവതി ആഘോഷത്തോടനുബന്ധിച്ച് എത്ര രൂപ നാണയമാണ് പുറത്തിറക്കിയെന്ന് ചോദിച്ചാൽ 90 രൂപയുടെ നാണയ പുറത്തിറക്കിയത് കേട്ടോ. നവതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 90 ആണ് അല്ലെ. 90ാം വാർഷികത്തോടനുബന്ധിച്ച് RBI പുറത്തിറക്കിയത് 90 രൂപയുടെ നാണയം. അതുപോലെ പുതിയ പാർലമെന്റിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പിന്നെ പുറത്തിറക്കിയ നാണയം ഏതാന്ന് ചോദിച്ചാൽ 75 രൂപ നാണയം കേട്ടോ. പുതിയ പാർലമെന്റ് മന്ദിരവുമായിട്ട് ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് പുറത്തിറക്കിയത് 75 രൂപയുടെ നാണയമാണെങ്കിൽ RBIയുടെ നവതി ആഘോഷത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ നാണയം 90 രൂപയുടേതാണ്. 90. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി പറയാം. 2023 ലോക പരിസ്ഥിതി ദിനത്തിന്റെ സന്ദേശം ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. 16ാമത് കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ അരവിന്ദ് പനഗരിയ.
രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം അടൽ സേതു. നാസയുടെ ലൂസി ദൗത്യം ഏത് ഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വ്യാഴം. 75 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ മണ്ണിൽ പിറന്ന ചീറ്റക്കുഞ്ഞിന് നൽകിയ പേര് മുഖി. 2024 അർജുന അവാർഡ് നേടിയ മലയാളി ലോങ് ജംപ് താരം എം ശ്രീശങ്കർ. സംസ്ഥാനത്ത് ഏറ്റവും അധികം പച്ചത്തുരുത്തുകളുള്ള ജില്ല? ആൻസർ കാസർഗോഡാണ്. അടുത്തത് മറയൂരിലെ ഗോത്ര ജനതയെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നതിനായുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ പദ്ധതി കനവ്. പിന്നെ RBI നവതി ആഘോഷത്തോടനുബന്ധിച്ച് എത്ര രൂപ നാണയമാണ് പുറത്തിറക്കിയത്? 90 രൂപയുടെ നാണയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ യൂണിസെഫ് അംബാസിഡറായി നിയമിതയായത് കരീന കപൂർ ആണ്. കരീന കപൂർ. ഇന്ത്യയിലെ യൂണിസെഫ് അംബാസിഡർ ആരാണ്? കരീന കപൂർ. നെക്സ്റ്റ്, IPL താരലേലത്തിൽ ഏറ്റവും ഉയർന്ന പ്രതിഫലം നേടിയ താരം? മിച്ചൽ സ്റ്റാർക്ക് ആണ് കേട്ടോ. മിച്ചൽ സ്റ്റാർക്ക് 24.75 കോടി രൂപക്കാണ് ഇദ്ദേഹത്തിന്റെ താരലേലം. അപ്പൊ IPL താരലേലത്തിൽ ഏറ്റവും ഉയർന്ന പ്രതിഫലം നേടിയ താരാരാണ്? സ്റ്റാർക്ക്, മിച്ചൽ സ്റ്റാർക്ക്. 24.75 കോടിയാണ് പ്രതിഫലം. അതുപോലെ 2024 IPL നേടിയ ടീം ഏതാണ്? കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് കേട്ടോ. ആരെയോ പരാജയപ്പെടുത്തിയത്? ഹൈദരാബാദ്. സൺറൈസേഴ്സ് ഹൈദരാബാദിനെ തോൽപ്പിച്ചുകൊണ്ട് IPL വിന്നറായത് ആരാണ്? കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. അതുപോലെ വനിതാ പ്രീമിയർ ലീഗ് പിന്നെ പ്രഥമ കിരീടം നേടിയത് മുംബൈ ഇന്ത്യൻസ് ആണ് കേട്ടോ. വനിതകളുടെ പ്രീമിയർ ലീഗിൽ കിരീടം നേടിയത് മുംബൈ ഇന്ത്യൻസ്. നെക്സ്റ്റ്, 2024 യൂറോ കപ്പിന്റെ വേദി. 2024 യൂറോ കപ്പ് വേദിയായത് ജർമ്മനിയാണ്. ജർമ്മനി. ഇനി 2028 വേദിയാകുന്നത് UK-യിലും അയർലൻഡിലും വെച്ചാണ് കേട്ടോ. യൂറോ കപ്പ് നടക്കുന്നത് UK, അയർലൻഡ്. അപ്പൊ 2024 യൂറോ കപ്പിന്റെ വേദി ജർമ്മനിയാണ്. അതിന്റെ ഭാഗ്യ ചിഹ്നം നോട്ട് ചെയ്തുള്ള ആൽബർട്ട് എന്ന കരടിയാണ് കേട്ടോ. ആൽബർട്ട് എന്ന കരടി. ഏറ്റവും കൂടുതൽ പിന്നെ യൂറോ കപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയത് ആരാണെന്ന് വെച്ചാൽ CR7 ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ്. അതുപോലെ 2024 കോപ്പ അമേരിക്ക വേദി ഏതാണ്? കോപ്പ അമേരിക്ക വേദി അത് അമേരിക്ക തന്നെയാണ് കേട്ടോ. കോപ്പ അമേരിക്ക 2024 വേദിയായത് അമേരിക്ക തന്നെയാണ്. നെക്സ്റ്റ്, 2025 T20 ലോകകപ്പ് ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളി ആരാണ്? സഞ്ജു സാംസൺ ആണ്. സഞ്ജു സാംസൺ. 2025 ലോകകപ്പ് ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളി സഞ്ജു വി സാംസൺ ആണ്. എത്രാമത് മലയാളി എന്ന് ചോദിച്ചാൽ 3ാമത്തെ മലയാളിയാണ്. ലോകകപ്പ് ഇന്ത്യൻ ടീമിൽ ഇടം നേടുന്ന 3ാമത്തെ മലയാളി കേട്ടോ. സുനിൽ വിൻസൺ ആണ് ഫസ്റ്റ്, പിന്നെ ശ്രീശാന്ത്, 3ാമത്തെ ആളാണ് സഞ്ജു സാംസൺ. അടുത്ത ദിവസം 2024 T20 ലോകകപ്പിന്റെ വേദി, പുരുഷ T20 ലോകകപ്പ് വേദി USA-യും വെസ്റ്റ് ഇൻഡീസും ആണ്. അമേരിക്ക വെസ്റ്റ് ഇൻഡീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അന്റാർട്ടിക്കയിൽ ഇന്ത്യയുടെ പുതിയ ഗവേഷണ കേന്ദ്രം. അന്റാർട്ടിക്കയിൽ ആരംഭിച്ച ഇന്ത്യയുടെ പുതിയ ഗവേഷണ കേന്ദ്രത്തിന്റെ പേര് മൈത്രി ആണ്. മൈത്രി. അന്റാർട്ടിക്കയിൽ ആരംഭിച്ച ഇന്ത്യയുടെ പുതിയ ഗവേഷണ കേന്ദ്രം മൈത്രി 2 എന്നാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ്, 2023 ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം നേടിയതാരാണ്? 2023 ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം നേടിയത് ലയണൽ മെസ്സി ആണ്. 2023 ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം നേടിയത് ലയണൽ മെസ്സി. ഇനി കേരളത്തിലെ 2ാമത് മെട്രോ റെയിൽ ആരംഭിക്കുന്നത് എവിടെയാണ്? കേരളത്തിലെ 2ാമത്, ഫസ്റ്റ് കൊച്ചിയാണ് അല്ലെ. കേരളത്തിലെ 2ാമത് മെട്രോ റെയിൽ ആരംഭിക്കുന്നത് തിരുവനന്തപുരം. അടുത്തത്, ലക്ഷദ്വീപിലെ മിനിക്കോയിൽ സ്ഥാപിച്ച പുതിയ നാവിക താവളത്തിന്റെ പേര്? INS ജഡായു. INS ജഡായു എന്നാണ് ലക്ഷദ്വീപിലെ മിനിക്കോയിൽ സ്ഥാപിച്ച പുതിയ നാവിക താവളം. INS ജഡായു. ഇപ്പൊ രണ്ടാമത് പറഞ്ഞ കുറച്ച് ക്വസ്റ്റ്യൻസ് വീണ്ടും പറയാം. ഇന്ത്യയിലെ യൂണിസെഫ് അംബാസിഡറായി നിയമിതയായത് കരീന കപൂർ ആണ്. IPL താരലേലത്തിൽ ഏറ്റവും ഉയർന്ന പ്രതിഫലം നേടിയ താരം മിച്ചൽ സ്റ്റാർക്ക്. അതുപോലെ 2024 യൂറോ കപ്പിന് വേദിയായത് ജർമ്മനി ആണെങ്കിൽ 2024 കോപ്പ അമേരിക്ക വേദി അമേരിക്കയാണ്. 2025 T20 ലോകകപ്പ് ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളി സഞ്ജു സാംസൺ ആണെങ്കിൽ 2024 T20 ലോകകപ്പിന്റെ വേദിയായ രാജ്യങ്ങൾ അമേരിക്ക, വെസ്റ്റ് ഇൻഡീസ്, USA, വെസ്റ്റ് ഇൻഡീസ് ആണ്. അതുപോലെ അന്റാർട്ടിക്കയിൽ ഇന്ത്യയുടെ പുതിയ ഗവേഷണ കേന്ദ്രത്തിന്റെ പേര് മൈത്രി 2 എന്നാണ്. 2023 ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം നേടിയ താരം ലയണൽ മെസ്സി. കേരളത്തിലെ 2ാമത് മെട്രോ റെയിൽ ആരംഭിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരമാണ്. ലക്ഷദ്വീപിലെ മിനിക്കോയിൽ സ്ഥാപിച്ച പുതിയ നാവിക താവളത്തിന്റെ പേര് അത് INS ജഡായു. ലക്ഷദ്വീപിലെ മിനിക്കോയിൽ സ്ഥാപിച്ച പുതിയ നാവിക താവളം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? INS ജഡായു എന്നാണ്. INS ജഡായു. നെക്സ്റ്റ്,
ഹീമോഫീലിയ, തലാസീമിയ, സിക്കിൾ സെൽ അനീമിയ എന്നിവയുടെ ചികിത്സക്ക് ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേര് ആശാധാര എന്നാണ്. ആശാധാര ഇത് അടുത്തിടെ നടന്ന ഒരു എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഹീമോഫീലിയ, തലാസീമിയ, സിക്കിൾ സെൽ അനീമിയ എന്നിവയുടെ ചികിത്സക്ക് ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതി ആശാധാര എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അതുപോലെ കുഷ്ഠരോഗത്തിനായിട്ട് ആരംഭിച്ച ക്യാമ്പയിന്റെ പേരുന്ന സ്പർശ് 2024 എന്നുള്ളത് ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ കുഷ്ഠമാണ്, കുഷ്ഠം. അടുത്ത ക്വസ്റ്റ്യൻ, ജിമെക്സ് ഏതൊക്കെ രാജ്യങ്ങളുടെ സംയുക്ത സൈനിക അഭ്യാസമാണ്? ജിമെക്സ് എന്നുള്ളത് ഇന്ത്യ, ജപ്പാൻ. ജപ്പാന്റെ ജെ ഓർമ്മിച്ചാൽ മതി. ജപ്പാൻ ഇന്ത്യയാണ്. ജപ്പാന്റെ ജെയും ഇന്ത്യയുടെ ഐയും അങ്ങനെയാണ്. ജെ ഐ മെക്സ് ഏതൊക്കെ രാജ്യങ്ങളുടെ സംയുക്ത സൈനിക അഭ്യാസമാണ്? ഇന്ത്യ, ജപ്പാൻ. നെക്സ്റ്റ്, സംസ്ഥാനത്തെ ആദ്യ ലിഫ്റ്റ് പാലം നിലവിൽ വന്നത് എവിടെ? ലിഫ്റ്റ് പാലം കരിക്കകമാണ്. കരിക്കകം. സംസ്ഥാനത്തെ ആദ്യ ലിഫ്റ്റ് പാലം നിലവിൽ വരുന്നത് കരിക്കകം. അടുത്ത ഒരു പുസ്തകത്തിന്റെ പേരാണ് ആ നദിയോട് പേര് ചോദിക്കരുത് എന്ന നോവൽ രചിച്ചതാരാണ്? ആ നദിയോട് പേര് ചോദിക്കരുത് എന്ന നോവൽ രചിച്ചത് ഷീല ടോമിയാണ്. ഷീല ടോമി. വല്ലി എന്ന നോവലൊക്കെ രചിച്ചത് ഷീല ടോമിയാണ്. അവരുടെ അടുത്തിടെ പുറത്തിറങ്ങിയ പുസ്തകത്തിന്റെ പേരാണ് ആ നദിയോട് പേര് ചോദിക്കരുത് കേട്ടോ. നെക്സ്റ്റ്, അടുത്തിടെ പാട്ടുഗ്രാമമായി പ്രഖ്യാപിച്ച കോളനി. പാട്ടുഗ്രാമം കേരളത്തിൽ പാട്ടുഗ്രാമമായിട്ട് പ്രഖ്യാപിച്ചത് വാൽമുട്ടിയാണ്. വാൽമുട്ടി. നമുക്കറിയാം കഥകളി ഗ്രാമം അയിരൂർ അല്ലെ. അതുപോലെ പാട്ടുഗ്രാമമായി പ്രഖ്യാപിച്ചതാണ് വാൽമുട്ടി. ഇനി കേന്ദ്ര സർവകലാശാലയുടെ പുതിയ ആസ്ഥാന മന്ദിരം ആരുടെ പേരിലാണ് നാമകരണം ചെയ്തിരിക്കുന്നത്? കേന്ദ്ര സർവകലാശാലയുടെ പുതിയ ആസ്ഥാന മന്ദിരം ആരുടെ പേരിലാണ് പുനർനാമകരണം ചെയ്തതെന്ന് വെച്ചാൽ BR അംബേദ്കർ. അംബേദ്കറുടെ പേരിലാണ് കേന്ദ്ര സർവകലാശാലയുടെ ആസ്ഥാന മന്ദിരം നാമകരണം ചെയ്തത് കേട്ടോ, അംബേദ്കറുടെ പേരിൽ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നിയോജക മണ്ഡലം. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നിയോജക മണ്ഡലം തളിപ്പറമ്പാണ്. തളിപ്പറമ്പ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നിയോജക മണ്ഡലം തളിപ്പറമ്പ്. നെക്സ്റ്റ്, പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളത്. ഏതാണ്? ശ്രേഷ്ഠ. ശ്രേഷ്ഠ എന്നാണ് ആ പദ്ധതിയുടെ പേര്. ഇപ്പൊ കുറെ പദ്ധതികൾ PSC ചോദിക്കാറുണ്ടല്ലേ. അപ്പൊ പട്ടികജാതി അതുപോലെ ആദിവാസി അങ്ങനത്തെ എല്ലാം വരുന്നത് കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. അപ്പൊ പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ശ്രേഷ്ഠ. അടുത്ത ക്വസ്റ്റ്യൻ, ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം താമസിച്ച വ്യക്തി. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ താമസിച്ച വ്യക്തി ഒലേഗ് കൊനേങ്കോ ആണ്. ഒലേഗ് കൊനേങ്കോ. അപ്പൊ ഇത്രയും സെറ്റ് ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി പറയാം. ഹീമോഫീലിയ, തലാസീമിയ, സിക്കിൾ സെൽ അനീമിയ എന്നിവയുടെ ചികിത്സക്ക് ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേര് ആശാധാര. ആശാധാരയാണ്. ഇപ്പൊ കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ട പദ്ധതിയുടെ പേര് സ്പർശ് എന്നാണ്. സ്പർശ്. അശ്വമേധമൊക്കെ കുഷ്ഠവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. വീടുകളിലെത്തിയിട്ട് കുഷ്ഠരോഗം കണ്ടെത്താനുള്ള ഒരു പരിശോധന പദ്ധതിയുടെ പേരാണ് അശ്വമേധം. ഇപ്പൊ സ്പർശ് എന്ന് പറഞ്ഞ ക്യാമ്പയിനും ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? കുഷ്ഠരോഗം. നിക്ഷയ് എന്നുള്ളത് നിക്ഷയ് മിത്ര ഏത് രോഗമാണെന്ന് ചോദിച്ചാൽ അത് ക്ഷയരോഗമാണ് കേട്ടോ, ക്ഷയം. ഇനി ജിമെക്സ് എന്നുള്ളത് ഏതൊക്കെ രാജ്യങ്ങളുടെ സംയുക്ത സൈനിക അഭ്യാസമാണ്? സംയുക്ത നാവിക അഭ്യാസമാണെന്ന് ചോദിച്ചാൽ ഇന്ത്യ, ജപ്പാൻ. ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള സംയുക്ത നാവിക അഭ്യാസത്തിന്റെ പേരാണ് ജിമെക്സ്. ജിമെക്സ്. നെക്സ്റ്റ്, ഈ സംസ്ഥാനത്ത് ആദ്യ ലിഫ്റ്റ് പാലം നിലവിൽ വരുന്നത് എവിടെയാണ്? ലിഫ്റ്റ് പാലം കരിക്കകം. പിന്നെ ആ നദിയോട് പേര് ചോദിക്കരുത് എന്ന നോവൽ രചിച്ചത് ഷീല ടോമി. ആ നദിയോട് പേര് ചോദിക്കരുത് ആരുടെ പുസ്തകമാണ്? ഷീല ടോമിയാണ്. അടുത്തിടെ പാട്ടുഗ്രാമമായി പ്രഖ്യാപിക്കപ്പെട്ട കോളനി ഏതാണ്? പാട്ടുഗ്രാമം വാൽമുട്ടി. പാട്ടുഗ്രാമമായി പ്രഖ്യാപിച്ച കോളനി വാൽമുട്ടിയാണ്. ഇനി കേന്ദ്ര സർവകലാശാലയുടെ പുതിയ ആസ്ഥാന മന്ദിരം ആരുടെ പേരിലാണ് നാമകരണം ചെയ്തത്? കേന്ദ്ര സർവകലാശാല പുതിയ ആസ്ഥാന മന്ദിരം BR അംബേദ്കറുടെ പേരിലാണ് നാമകരണം ചെയ്തത് കേട്ടോ. അടുത്തത്, കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നിയോജക മണ്ഡലം തളിപ്പറമ്പ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നിയോജക മണ്ഡലം ഏതാണ്? തളിപ്പറമ്പാണ്. പിന്നെ പറഞ്ഞത് പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേര് ശ്രേഷ്ഠ എന്നാണ്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം താമസിച്ച വ്യക്തി എന്ന റെക്കോർഡിന് അർഹനായത് ഒലേഗ് കൊനേങ്കോ ആണ്. ഒലേഗ് കൊനേങ്കോ ഏത് രാജ്യക്കാരനാണ്? റഷ്യക്കാരനാണ് കേട്ടോ. ബഹിരാകാശത്ത് 1000 ദിവസത്തോളം തങ്ങിയെന്നാണ് പറയപ്പെടുന്നത്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം താമസിച്ച വ്യക്തി
ഒലേഗ് കൊനെങ്കോ. ഇനി അടുത്ത 10 ക്വസ്റ്റ്യൻ പറയാം. ഭൂഖണ്ഡാന്തര മിസൈൽ മിനിറ്റ് മാൻ എന്ന മിസൈൽ വികസിപ്പിച്ച രാജ്യം. മിനിറ്റ് മാൻ ഇത് അമേരിക്കയാണ് കേട്ടോ. ഭൂഖണ്ഡാന്തര മിസൈലായ മിനിറ്റ് മാൻ 3 പരീക്ഷിച്ചത് ഏത് രാജ്യമാണ് വികസിപ്പിച്ചത്? അമേരിക്ക, US ആണ്. ഇനി പാസ്പോർട്ട് ആവശ്യങ്ങൾ വേഗത്തിലാക്കാൻ വിദേശകാര്യ മന്ത്രാലയം ആരംഭിച്ച ആപ്ലിക്കേഷൻ എന്താണ്? പാസ്പോർട്ട്. പാസ്പോർട്ട് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആരംഭിച്ചത് പാസ്പോർട്ട്. പാസ്പോർട്ട് ആവശ്യങ്ങൾ വേഗത്തിലാക്കാൻ വിദേശകാര്യ മന്ത്രാലയം ആരംഭിച്ച ആപ്ലിക്കേഷന്റെ പേരാണ് പാസ്പോർട്ട്. നെക്സ്റ്റ്, കേരളത്തിലെ ഏറ്റവും വലിയ ആഡംബര യാത്രാ നൗക. കേരളത്തിലെ ഏറ്റവും വലിയ ആഡംബര യാത്രാ നൗകയുടെ പേര് ക്ലാസിക് ഇമ്പീരിയൽ എന്നാണ്. ക്ലാസിക് ഇമ്പീരിയൽ. നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര യാത്രാ കപ്പലിന്റെ പേര് ഐക്കൺ ഓഫ് ദി സീസ് എന്നാണ് അല്ലെ. ലയണൽ മെസ്സിയാണ് ആ പേര് കൊടുത്തത്, ഐക്കൺ ഓഫ് ദി സീസ്. എന്നാൽ കേരളത്തിലെ ഏറ്റവും വലിയ ആഡംബര യാത്രാ നൗകയുടെ പേര് ക്ലാസിക് ഇമ്പീരിയൽ എന്നാണ്. ക്ലാസിക് ഇമ്പീരിയൽ. കേരളത്തിലെ ഏറ്റവും വലിയ ആഡംബര യാത്രാ നൗക ക്ലാസിക് ഇമ്പീരിയൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിറ്റി. ഇന്ത്യയുടെ ആദ്യ AI നഗരം ഏതാണ്? ലക്നൗ ആണ്. ഉത്തർപ്രദേശിലെ ലക്നൗ ആണ് ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നഗരം. എന്നാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തലസ്ഥാനം ഉണ്ട്, അത് മാറിപ്പോരുത്, അത് ഹൈദരാബാദ് ആണ് കേട്ടോ. ഇന്ത്യയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തലസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ AI ക്യാപിറ്റൽ ഏതാണ്? ഹൈദരാബാദ് ആണ്. ഹൈദരാബാദ്. എന്നാൽ ഇന്ത്യയുടെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നഗരം ചോദിക്കുകയാണെങ്കിൽ ലക്നൗ. നെക്സ്റ്റ്, കേരള സർക്കാർ ലഹരി മുക്ത പ്രവർത്തനങ്ങൾക്കായി പുറത്തിറക്കിയ ആപ്പ്. ലഹരി വിമുക്ത പ്രവർത്തനങ്ങൾക്കായി കേരള സർക്കാർ പുറത്തിറക്കിയ ആപ്പിന്റെ പേര് യോദ്ധാവ്. നേരത്തെ പറഞ്ഞ എന്താപ്പാണ്? പാസ്പോർട്ട് ആവശ്യങ്ങൾ വേഗത്തിലാക്കാൻ വിദേശകാര്യ മന്ത്രാലയം ആരംഭിച്ച ആപ്പ് പാസ്പോർട്ട് ആണെങ്കിൽ കേരള സർക്കാർ ലഹരി വിമുക്ത പ്രവർത്തനങ്ങൾക്കായി പുറത്തിറക്കിയ ആപ്പിന്റെ പേര് യോദ്ധാവ് എന്നാണ്. യോദ്ധാവ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന നഗരസഭയാകുന്നത് കൊട്ടാരക്കരയാണ്. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയാണ് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന നഗരസഭ. കൊട്ടാരക്കര നോട്ട് ചെയ്തോളൂ. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന നഗരസഭ കൊട്ടാരക്കരയാണ്. കൊട്ടാരക്കര. അടുത്ത ക്വസ്റ്റ്യൻ, 2024 G7 ഉച്ചകോടിയുടെ വേദി. G7 ഉച്ചകോടി 2024 വേദി ഇറ്റലിയാണ്. ഇറ്റലി. എത്രാമത് G7 ഉച്ചകോടിയാണെന്ന് ചോദിച്ചാൽ 50ാമത്. 50ാമത് G7 ഉച്ചകോടിക്ക് വേദിയാകുന്നത് ഇറ്റലിയാണ്. ഇറ്റലി. 2024 G7 ഉച്ചകോടിയുടെ വേദി ഇറ്റലി. G7 G20 നിർബന്ധമായും പഠിക്കണം. നെക്സ്റ്റ്, 2024 ജൂണിൽ സ്പേസ് എക്സ് വിജയകരമായി പരീക്ഷിച്ച ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ റോക്കറ്റിന്റെ പേര് സ്റ്റാർഷിപ്പ് ആണ്. സ്റ്റാർഷിപ്പ്. ഏത് കമ്പനിയുടേതാണ്? സ്പേസ് എക്സ്. ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് വിജയകരമായി പരീക്ഷിച്ച ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ റോക്കറ്റാണ് സ്റ്റാർഷിപ്പ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ISROയുടെ 100ാമത്തെ ഉപഗ്രഹം. ISROയുടെ 100ാമത്തെ ഉപഗ്രഹം കാർട്ടോസാറ്റ്. കാർട്ടോസാറ്റ് ആണ്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി പറയാം. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം താമസിച്ച വ്യക്തി ഒലേഗ് കൊനെങ്കോ ആണ്. ഭൂഖണ്ഡാന്തര മിസൈൽ മിനിറ്റ് മാൻ വികസിപ്പിച്ച രാജ്യം അമേരിക്ക. പാസ്പോർട്ട് ആവശ്യങ്ങൾ വേഗത്തിലാക്കാൻ വിദേശകാര്യ മന്ത്രാലയം ആരംഭിച്ച ആപ്ലിക്കേഷൻ പാസ്പോർട്ട് ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ ആഡംബര യാത്രാ നൗക ക്ലാസിക് ഇമ്പീരിയൽ. ഇന്ത്യയുടെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നഗരം ലക്നൗ ആണ്. അതുപോലെ ഇന്ത്യയുടെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തലസ്ഥാനം ഹൈദരാബാദ്. ഇന്ത്യയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തലസ്ഥാനം ഹൈദരാബാദ്. സിറ്റി ചോദിക്കുകയാണെങ്കിൽ ലക്നൗ. പിന്നെ കേരള സർക്കാർ ലഹരി വിമുക്ത പ്രവർത്തനങ്ങൾക്കായി പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ യോദ്ധാവാണ്. യോദ്ധാവ്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന നഗരസഭ കൊട്ടാരക്കരയാണ്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന നഗരസഭ ഏതാണ്? കൊട്ടാരക്കര. ഇനി 2024 G7 ഉച്ചകോടിക്ക് വേദിയാകുന്നത് ഇറ്റലി. 50ാമത് G7 ഉച്ചകോടിയാണ് ഇറ്റലിയിൽ 2024 കേട്ടോ. 50ാമത്. അതുപോലെ 2024 ജൂണിൽ സ്പേസ് എക്സ് വിജയകരമായി പരീക്ഷിച്ച ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ റോക്കറ്റിന്റെ പേര് സ്പേസ് എക്സിന്റെ സ്റ്റാർഷിപ്പ് ആണ്. സ്റ്റാർഷിപ്പ്. ISROയുടെ 100ാമത്തെ ഉപഗ്രഹം കാർട്ടോസാറ്റ്. കാർട്ടോസാറ്റ് ആണ് ISROയുടെ 100ാമത്തെ ഉപഗ്രഹം. ഇനി അടുത്തത്, സംസ്ഥാനത്ത് ആദ്യമായി സ്രാങ്ക് ലൈസൻസ് നേടിയ വനിത. സ്രാങ്ക് ലൈസൻസ്.
കേരളത്തിൽ ആദ്യമായി സ്രാങ്ക് ലൈസൻസ് നേടിയ വനിത എസ് സന്ധ്യയാണ്. സ്രാങ്ക് സന്ധ്യ അങ്ങനെ കണക്ട് ചെയ്താൽ മതി. സ്രാങ്ക് ലൈസൻസ് നേടിയ സന്ധ്യയാണ് സ്രാങ്ക് ലൈസൻസ് നേടിയ ആദ്യ വനിത കേട്ടോ. അപ്പൊ എസ് സന്ധ്യ, എസ് ഉണ്ട്, സ്രാങ്കിലും എസ് ഉണ്ട്, സന്ധ്യയിലും എസ് ഉണ്ട്, അങ്ങനെ ഓർമ്മിച്ചാൽ മതി. സംസ്ഥാനത്ത് ആദ്യമായി സ്രാങ്ക് ലൈസൻസ് നേടിയ വനിത എസ് സന്ധ്യയാണ്. അതുപോലെ 4 വീലറിന്റെ ഒരു ലൈസൻസ് ലഭിച്ച ഇരു കൈകളും ഇല്ലാത്തൊരു ആദ്യ വനിത ആരാണെന്ന് ചോദിച്ചാൽ ജിലുമോൾ അല്ലെ, ജിലുമോളാണ്. 4 വീലർ ലൈസൻസ് ലഭിച്ച ഇരു കൈകളും ഇല്ലാത്ത ആദ്യത്തെ വനിത ആരാണ്? ജിലുമോൾ. സ്രാങ്ക് ലൈസൻസ് എസ് സന്ധ്യ കേട്ടോ. ഇനി ലോകത്തിലെ ആദ്യ ഡ്രാഗൺ ബോൾ തീം പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? ഡ്രാഗൺ ബോൾ തീം പാർക്ക് സൗദി അറേബ്യയിലാണ് നിലവിൽ വരുന്നത് കേട്ടോ. ലോകത്തിലെ ആദ്യ ഡ്രാഗൺ ബോൾ തീം പാർക്ക് നിലവിൽ വരുന്നത് സൗദി അറേബ്യയാണ്. ലോകത്തിലെ ആദ്യ ഡ്രാഗൺ ബോൾ തീം പാർക്ക് നിലവിൽ വരുന്നത് സൗദി അറേബ്യയിലാണ്. ലോകത്തിലെ ആദ്യ ഡ്രാഗൺ ബോൾ തീം പാർക്ക് നിലവിൽ വരുന്നത് സൗദി അറേബ്യയിലാണ്. അടുത്തത് ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ. ബിജയ് ഛേത്രിയാണ് കേട്ടോ. ബിജയ് ഛേത്രി. ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ബിജയ് ഛേത്രിയാണ്. അതുപോലെ ഖത്തർ വേൾഡ് കപ്പിൽ പങ്കെടുക്കുന്ന ഖത്തർ ഫുട്ബോൾ ടീമിൽ അംഗമായ ആദ്യ മലയാളിയും ചോദിക്കാം. അത് തഹ്സീൻ മുഹമ്മദ് ആണ് കേട്ടോ. തഹ്സീൻ മുഹമ്മദ്. ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ ബിജയ് ഛേത്രി. അടുത്ത ക്വസ്റ്റ്യൻ, ചോളത്തിന്റെ കൃഷിയും ഉൽപാദനവും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി മക്ക മിഷൻ ആരംഭിച്ച സംസ്ഥാനം. മക്ക മിഷൻ ഒഡീഷയിലാണ് ആരംഭിച്ചത്. അത് ഏത് കൃഷിക്ക് വേണ്ടിയാ? ചോളത്തിന്റെ ഉൽപാദനം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി മക്ക മിഷൻ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഒഡീഷ. അടുത്തത് സിക്കിമിലെ പുതിയ മുഖ്യമന്ത്രി. സിക്കിമിലെ നിലവിലെ മുഖ്യമന്ത്രി ആരാണ്? പ്രേം സിംഗ് തമാങ് ആണ്. രണ്ടാം തവണയാണ് പ്രേം സിംഗ് തമാങ് അവിടെ മുഖ്യമന്ത്രി ആകുന്നത്. 2024 ജൂണിലാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് കേട്ടോ. രണ്ടാമത്. സിക്കിമിലെ നിലവിലെ മുഖ്യമന്ത്രി ആരാണ്? പ്രേം സിംഗ് തമാങ്. സിക്കിമിലെ പുതിയ മുഖ്യമന്ത്രി പ്രേം സിംഗ് തമാങ് ആണ്. നാരി ശക്തി വന്ദൻ അധിനിയം ബില്ല് ലോകസഭ പാസാക്കിയ തീയതി. നാരിശക്തി വന്ദന അധിനിയം ബില്ല് ലോകസഭ പാസാക്കിയത് 2023 സെപ്റ്റംബർ 20-നാണ്. നാരിശക്തി വന്ദന അധിനിയം ബില്ല് ലോകസഭ പാസാക്കിയത് 2023 സെപ്റ്റംബർ 20 കേട്ടോ. നെക്സ്റ്റ്, അടുത്തിടെ അന്തരിച്ച OK സത്യൻ ഏത് മേഖലയായിട്ട് ബന്ധപ്പെട്ടിരുന്നു? 2024 അന്തരിച്ച OK സത്യൻ ഏത് മേഖലയാണ്? ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ് OK സത്യൻ. ഫുട്ബോൾ. ഇന്ത്യയിലെ ആകെ റംസാർ സൈറ്റുകൾ നിലവിൽ 82 റംസാർ സൈറ്റുകളാണ് ഇന്ത്യയിലുള്ളത് കേട്ടോ. ഇന്ത്യയിലെ ആകെ റംസാർ സൈറ്റുകൾ എത്രയാണ്? 82. അപ്പൊ ഇത്രയും പറഞ്ഞ ലാസ്റ്റ് സെറ്റ് ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി പറയാം. ISROയുടെ 100ാമത്തെ ഉപഗ്രഹം കാർട്ടോസാറ്റ് ആണ്. ISROയുടെ 100ാമത്തെ ഉപഗ്രഹം ഏതാണ്? കാർട്ടോസാറ്റ്. സംസ്ഥാനത്ത് ആദ്യമായി സ്രാങ്ക് ലൈസൻസ് നേടിയ വനിത ആരാണ്? എസ് സന്ധ്യ. സംസ്ഥാനത്ത് ആദ്യമായി സ്രാങ്ക് ലൈസൻസ് ലഭിച്ച വനിത എസ് സന്ധ്യയാണ്. പക്ഷെ 4 വീലർ ലൈസൻസ് ലഭിക്കുന്ന ഇരു കൈകളും ഇല്ലാത്ത ആദ്യ വനിത ആരാണെന്ന് ചോദിച്ചാൽ ജിലുമോൾ ആണ്. ജിലുമോൾ. ഈ ലോകത്തിലെ ആദ്യ ഡ്രാഗൺ ബോൾ തീം പാർക്ക് നിലവിൽ വരുന്നത് സൗദി അറേബ്യയിലാണ്. ലോകത്തിലെ ആദ്യ ഡ്രാഗൺ ബോൾ തീം പാർക്ക് നിലവിൽ വരുന്നത് സൗദി അറേബ്യ. ഇനി ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ബിജയ് ഛേത്രി. ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ ബിജയ് ഛേത്രിയാണ്. ചോളത്തിന്റെ കൃഷിയും ഉൽപാദനവും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി മക്ക മിഷൻ ആരംഭിച്ച സംസ്ഥാനം ഒഡീഷ. മുഖ്യമന്ത്രി മക്ക മിഷൻ ആരംഭിച്ച സ്റ്റേറ്റ് ആണ് ഒഡീഷയാണ്. സിക്കിമിലെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? പ്രേം സിംഗ് തമാങ് ആണ്. പ്രേം സിംഗ് തമാങ്. 2ാം തവണയാണ് ഈ പ്രേം സിംഗ് തമാങ് മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെടുന്നത് കേട്ടോ. 2024 ജൂണിലാണ് സിക്കിമിന്റെ മുഖ്യമന്ത്രിയായത് പ്രേം സിംഗ് തമാങ് 2ാം തവണ. അടുത്തത്, നാരീശക്തി വന്ദൻ അധിനിയം ബില്ല് ലോകസഭ പാസാക്കിയ തീയതി. 2023 സെപ്റ്റംബർ 20 നാരീശക്തി വന്ദൻ അധിനിയം ബില്ല് ലോകസഭ പാസാക്കിയത് 2023 സെപ്റ്റംബർ 20. അടുത്തിടെ അന്തരിച്ച OK സത്യൻ ഏത് മേഖലയായിട്ട് ബന്ധപ്പെട്ട ആളാണ്? ഫുട്ബോൾ. ഇനി ഇന്ത്യയിലെ ആകെ റാംസാർ സൈറ്റുകൾ എത്രയുണ്ട്? 82 ഇന്ത്യയിലെ ആകെ റാംസാർ സൈറ്റുകൾ 82. ഇനി 51 മുതലുള്ള ക്വസ്റ്റ്യൻസ് പറയാം. 2023 ലോകമാന്യ തിലക് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2023 ലോകമാന്യ തിലക് പുരസ്കാരം ലഭിച്ചത് നമ്മുടെ മോദിജിക്കാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ് 2023 ലോകമാന്യ തിലക് പുരസ്കാരം ലഭിച്ചത്.
അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിലെ ആദ്യ ഇലക്ട്രിക് വിമാനം. ലോകത്തിലെ ആദ്യ ഇലക്ട്രിക് വിമാനം ഏതാണ്? ആലീസ് എന്നാണ്. ഇലക്ട്രിക് വിമാനത്തിന്റെ പേര് ആലീസ്. ലോകത്തിലെ ആദ്യ ഇലക്ട്രിക് വിമാനം ആലീസ് ആണ്. ഇനി കൊച്ചി വാട്ടർ മെട്രോയുടെ ആദ്യ ബോട്ട്. കൊച്ചി വാട്ടർ മെട്രോയുടെ ആദ്യ ബോട്ട് മുസിരിസ് ആണ്. മുസിരിസ്. കൊച്ചി വാട്ടർ മെട്രോയുടെ ആദ്യ ബോട്ട് ഏതാണ്? മുസിരിസ്. നമുക്കറിയാം കൊച്ചി വാട്ടർ മെട്രോ. പിന്നെ ഭാഗ്യചിഹ്നം ജംഗു. കൊച്ചി മെട്രോയുടെ കടന്നു പോകുന്ന ഏക പഞ്ചായത്ത് ചോദിക്കുകയാണെങ്കിൽ ചൂർണിക്കരയാണ് കേട്ടോ. കൊച്ചി മെട്രോ കടന്നു പോകുന്ന ഏക പഞ്ചായത്ത് ചൂർണിക്കര. കൊച്ചി മെട്രോയുടെ ഭാഗ്യചിഹ്നം മിലു എന്ന ആനയാണ്. കൊച്ചി വാട്ടർ മെട്രോയുണ്ട്, മെട്രോയുണ്ട്. അപ്പൊ കൊച്ചി മെട്രോയുടെ ഭാഗ്യചിഹ്നം മിലു എന്ന ആനയാണെങ്കിൽ കൊച്ചി വാട്ടർ മെട്രോയുടെ ഭാഗ്യചിഹ്നം ഏതാണ്? ജംഗു. ജംഗു ആണ്, ജംഗു. നെക്സ്റ്റ്, വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു? നെയ്യാറ്റിൻകര താലൂക്കിലാണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. നെയ്യാറ്റിൻകര താലൂക്കിൽ, തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര താലൂക്കിലാണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ കപ്പൽ ഏതാണ്? ഷെൻഹുവ 15 ആണെങ്കിൽ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ രണ്ടാമത്തെ കപ്പൽ ഷെൻഹുവ 29 ആണ്. ഷെൻഹുവ 29 ആണ് വിഴിഞ്ഞം തുറമുഖത്തെത്തിയ രണ്ടാമത്തെ കപ്പൽ. അതുപോലെ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ ചരക്ക് കപ്പൽ ഏതാണെന്ന് വെച്ചാൽ സാൻ ഫെർണാണ്ടോ ആണ്. സാൻ ഫെർണാണ്ടോ. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ ചരക്ക് കപ്പൽ സാൻ ഫെർണാണ്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, 2023 മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയതാര്? 2023 മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് പെഗ്ഗി മോഹൻ ആണ്. പെഗ്ഗി മോഹൻ. 2024 മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് ദേവിക രേഖയാണ് കേട്ടോ. ദേവിക രേഖ. അവരുടെ ക്വാർട്ടർ ലൈഫ് എന്ന നോവലിന്, ക്വാർട്ടർ ലൈഫ്. ഇപ്പൊ 2023 മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം പെഗ്ഗി മോഹൻ. 2023 പെഗ്ഗി മോഹന് മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചു. ഇപ്പൊ 2024 ദേവിക രേഖയ്ക്കാണ്. ദേവിക രേഖ. അടുത്ത ക്വസ്റ്റ്യൻ, ജീവിതം ഒരു പാഠപുസ്തകം. ജീവിതം ഒരു പാഠപുസ്തകം ആരുടെ കൃതിയാണ്? ഗോപിനാഥ് മുതുകാടാണ്. മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിന്റെയാണ് ജീവിതം ഒരു പാഠപുസ്തകം. ജീവിതം ഒരു പെൻഡുലം ആരുടേതാണ്? ശ്രീകുമാരൻ തമ്പിയാണ് അല്ലെ. ജീവിതം ഒരു പെൻഡുലം. ഇപ്പം പറയുന്നത് ജീവിതം ഒരു പാഠപുസ്തകം ആരുടെ കൃതിയാണ്? ഗോപിനാഥ് മുതുകാടാണ്. ജീവിതം ഒരു പാഠപുസ്തകം ഗോപിനാഥ് മുതുകാട്. ഇനി ONV കുറുപ്പിന്റെ അക്ഷരം എന്ന കവിതാ സമാഹാരം കന്നഡ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? ONV കുറുപ്പിന്റെ അക്ഷരം എന്ന കവിതാ സമാഹാരം കന്നഡ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത് സുഷമ ശങ്കർ ആണ്. സുഷമ ശങ്കർ. ONV കുറുപ്പ് രചിച്ച അക്ഷരം എന്ന കവിതാ സമാഹാരം കന്നഡ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത് സുഷമ ശങ്കർ. ഇനി നിലവിലെ ലോക്പാൽ ആരാണ്? നിലവിലെ ലോക്പാൽ ജസ്റ്റിസ് AM ഖാൻവിൽക്കർ ആണ്. ജസ്റ്റിസ് AM ഖാൻവിൽക്കർ ആണ് നിലവിലെ ലോക്പാൽ. ഫസ്റ്റ് ലോക്പാൽ ആരാണ്? പിനാകി PK ചന്ദ്രഘോഷ് അല്ലെ. പിനാകി ചന്ദ്രഘോഷാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലോക്പാൽ. എന്നാൽ നിലവിലെ ലോക്പാൽ ആരാണ്? ജസ്റ്റിസ് AM ഖാൻവിൽക്കർ ആണ്. ജസ്റ്റിസ് AM ഖാൻവിൽക്കർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യ വികസിപ്പിച്ച ഹെവി ഷുവർ എന്നുള്ളത് ഏത് രോഗത്തിന്റെ പ്രതിരോധ വാക്സിൻ ആണ്? ഹെവി ഷുവർ. ഹെവി എന്ന് പറയുമ്പോൾ ഹെപ്പറ്റൈറ്റിസ് എ കേട്ടോ. ഹെപ്പറ്റൈറ്റിസ് എയുടെ പ്രതിരോധ വാക്സിന്റെ പേരാണ് ഹെവി ഷുവർ എന്നുള്ളത്. ചിക്കൻ കുനിയേണ്ടതുണ്ട്. അതെന്താണ്? ഇക്സ് ചിക്ക് എന്നുള്ളതാണ്. ഇക്സ് ചിക്ക്, ചിക്കൻ കുനിയ. അപ്പൊ ഇന്ത്യ വികസിപ്പിച്ച ഹെവി ഷുവർ എന്നുള്ളത് ഹെപ്പറ്റൈറ്റിസ് എയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ കഥകളി കഥാകാരിയുടെ പേര്, കഥകളി കലാകാരി രഞ്ജുമോൾ മോഹനാണ്. രഞ്ജുമോൾ മോഹൻ. രഞ്ജുമോൾ മോഹനാണ് കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ കഥകളി കലാകാരി കേട്ടോ. രഞ്ജുമോൾ. രഞ്ജുമോളാണ് കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ കഥകളി കലാകാരി. 51 മുതലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി പറയാം. 2023 ലോകമാന്യ തിലക് പുരസ്കാരം നേടിയത് ആരാണ്? നരേന്ദ്രമോദിയാണ്. 2023 ലോകമാന്യ തിലക് പുരസ്കാരം മോദി. ലോകത്തിലെ ആദ്യ ഇലക്ട്രിക് വിമാനത്തിന് നൽകിയ പേര് ആലീസ്. ആലീസ് ആണ് ലോകത്തിലെ ആദ്യ ഇലക്ട്രിക് വിമാനത്തിന്റെ പേര്. ഈ കൊച്ചി വാട്ടർ മെട്രോയുടെ ആദ്യ ബോട്ടിന്റെ പേര് മുസിരിസ്. കൊച്ചി വാട്ടർ മെട്രോയുടെ ആദ്യ ബോട്ട് മുസിരിസ് ആണ്. വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു? നെയ്യാറ്റിൻകര താലൂക്കിൽ. 2023 മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് പെഗ്ഗി മോഹനാണ്. പെഗ്ഗി മോഹൻ. 2024 ദേവിക രേഖ. ദേവിക രേഖ. ജീവിതം ഒരു പാഠപുസ്തകം ആരുടെ കൃതിയാണ്? മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിന്റെയാണ്. ജീവിതം ഒരു പെൻഡിലാണെങ്കിൽ ശ്രീകുമാരൻ തമ്പിയുടേത് കേട്ടോ. ജീവിതം ഒരു പെൻഡില്. ഇനി ONV കുറുപ്പിന്റെ അക്ഷരം എന്ന കവിതാ സമാഹാരം കന്നഡ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത് സുഷമ ശങ്കർ ആണ്. സുഷമ ശങ്കർ.
നെക്സ്റ്റ് നിലവിലെ ലോക്പാൽ ആരാണ്? ലോക്പാൽ നിലവിൽ ജസ്റ്റിസ് എ.എം. ഖാൻവിൽക്കർ ആണ്. ജസ്റ്റിസ് എ.എം. ഖാൻവിൽക്കർ ആണ് നിലവിലെ ലോക്പാൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യ വികസിപ്പിച്ച ഹെവി ഷുവർ എന്നുള്ളത് ഏത് രോഗത്തിന്റെ പ്രതിരോധ വാക്സിൻ ആണ്? ഹെവി ഷുവർ ഹെപ്പറ്റൈറ്റിസ് എയുടെ പ്രതിരോധ വാക്സിൻ ആണ് ഹെവി ഷുവർ ഹെപ്പറ്റൈറ്റിസ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ കഥകളി കലാകാരി രഞ്ജുമോൾ ആണ്. രഞ്ജുമോൾ ആണ് കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ കഥകളി കലാകാരി. ഇനി 61 മുതലുള്ള ക്വസ്റ്റ്യനാണ് പറയുന്നത്. 10ാമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ വേദി ശ്രീനഗർ ആണ്. ജമ്മു കാശ്മീരിലെ ശ്രീനഗർ ആണ് 10ാമത് അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ വേദി. 9ാമത് എവിടെയാണ്? മൈസൂരായിരുന്നു കേട്ടോ. 9ാമത് യോഗാ ദിനത്തിന്റെ വേദി മൈസൂരാണെങ്കിൽ 10ാമത് 2024 യോഗാ ദിനത്തിന്റെ വേദി ശ്രീനഗർ ആണ്. അതിന്റെ തീം എന്താണെന്ന് വെച്ചാൽ യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി. യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി എന്നുള്ളതാണ് യോഗാ ദിനത്തിന്റെ തീം. ഓ മിസോറാം എന്ന കവിത രചിച്ചത് P.S. ശ്രീധരൻ പിള്ളയാണ്. ഓ മിസോറാം, എന്റെ പ്രിയപ്പെട്ട കഥകളൊക്കെ രചിച്ചത് ശ്രീധരൻ പിള്ള തന്നെയാണ്. അപ്പൊ ഓ മിസോറാം എന്ന കവിത, തത്ത വരാതിരിക്കില്ല എന്ന പുസ്തകമൊക്കെ രചിച്ചത് P.S. ശ്രീധരൻ പിള്ളയാണ്. ഇനി AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഫെദ എന്ന വാർത്താ അവതാരകയെ സൃഷ്ടിച്ച രാജ്യം കുവൈത്ത് ആണ്. AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഫെദ എന്ന വാർത്താ അവതാരകയെ സൃഷ്ടിച്ച രാജ്യം ഏതാണ്? കുവൈത്ത്. അടുത്തത്, വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ 16ാമത് ബഷീർ പുരസ്കാരം നേടിയതാരാണ്? ഈ സന്തോഷ് കുമാർ ആണ്. നാരകങ്ങളുടെ ഉപമ എന്ന കൃതിക്ക് ഈ സന്തോഷ് കുമാറിനാണ് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ 16ാമത് ബഷീർ പുരസ്കാരം ലഭിച്ചത്. 15ാമത് ബഷീർ പുരസ്കാരം M. മുകുന്ദനായിരുന്നു കേട്ടോ. മുകുന്ദന്. 16ാമത് ബഷീർ സ്മാരക പുരസ്കാരമാണ് ഈ സന്തോഷ് കുമാറിനാണ് 16ാമത്. ഇനി ആദിവാസി വിഭാഗത്തിൽ നിന്നും സിവിൽ ജഡ്ജിയാകുന്ന ആദ്യ വനിത V. ശ്രീപതിയാണ് കേട്ടോ. V. ശ്രീപതി. ആദിവാസി വിഭാഗത്തിൽ നിന്ന് സിവിൽ ജഡ്ജിയാകുന്ന ആദ്യ വനിത V. ശ്രീപതി. VT ഭട്ടതിരിപ്പാട് സ്മാരകം നിലവിൽ വരുന്ന ജില്ല പാലക്കാട് ജില്ലയിലാണ്. VT ഭട്ടതിരിപ്പാടിന്റെ സ്മാരകം നിലവിൽ വരുന്നത് പാലക്കാട് ജില്ലയിൽ. 2ാമത് ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് ഫെഡറൽ ബാങ്കിന്റെ 2ാമത് പുരസ്കാരത്തിന് അർഹയായത് സാറ ജോസഫ്. കറ എന്ന നോവലിനാണ് പുരസ്കാരം കേട്ടോ. 2ാമത് ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം 2023 അർഹയായത് സാറ ജോസഫ്. അപ്പൊ ആദ്യമായിട്ട് നേടിയത് ആരായിരിക്കും? അത് K. വേണു ആണ്. 2022 K. വേണു ആണ് ഫസ്റ്റ് വിന്നർ. 2ാമത് ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരത്തിന് അർഹയായതാണ് സാറ ജോസഫ്. ഇനി ഹരിത കർമ്മസേനയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ ആരംഭിച്ച ആപ്ലിക്കേഷൻ ഹരിതമിത്രം എന്നുള്ള ആപ്ലിക്കേഷനാണ് ഹരിത കർമ്മസേനയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാനുള്ള ആപ്പ് കേട്ടോ. ഹരിതമിത്രം. അടുത്തത്, രാജ്യത്തെ ഏക മദർഷിപ്പ് പോർട്ട് നമുക്കറിയാം വിഴിഞ്ഞാണ്. രാജ്യത്തെ ഏക മദർഷിപ്പ് പോർട്ട് വിഴിഞ്ഞാണ്. അതുപോലെ വിഴിഞ്ഞം പോർട്ട് സ്ഥിതി ചെയ്യുന്ന താലൂക്ക് നേരത്തെ പറഞ്ഞു നെയ്യാറ്റിൻകര അല്ലെ. കേരളത്തിലെ ആദ്യ ഓക്സിജൻ പാർക്ക് നിലയിൽ വരുന്നത് പാളയത്തിലാണ് കേരളത്തിലെ ആദ്യ ഓക്സിജൻ പാർക്ക് നിലയിൽ വരുന്നത്. ഈ അവസാനം പറഞ്ഞ 10 ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി പറയാം. ഓ മിസോറാം എന്ന കവിത രചിച്ചത് P.S. ശ്രീധരൻ പിള്ളയാണ്. AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഫെദ എന്ന വാർത്താ അവതാരകയെ സൃഷ്ടിച്ച രാജ്യം കുവൈത്ത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഫെദ എന്ന വാർത്താ അവതാരകയെ സൃഷ്ടിച്ച രാജ്യം കുവൈത്ത്. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ 16ാമത് ബഷീർ പുരസ്കാരം നേടിയതാരാണ്? 16ാമത് ബഷീർ പുരസ്കാരം ഈ സന്തോഷ് കുമാർ. നാരകങ്ങളുടെ ഉപമ എന്ന കൃതിക്ക് ഈ സന്തോഷ് കുമാറിനാണ് 16ാമത് ബഷീർ പുരസ്കാരം. 15ാമത് ബഷീർ പുരസ്കാരം ആർക്കാണെന്ന് ചോദിച്ചാൽ അത് M. മുകുന്ദനാണ്. ഇനി ആദിവാസി വിഭാഗത്തിൽ നിന്ന് സിവിൽ ജഡ്ജിയാകുന്ന ആദ്യ വനിത V. ശ്രീപതിയാണ്. ആദിവാസി വിഭാഗത്തിൽ നിന്ന് സിവിൽ ജഡ്ജിയാകുന്ന ആദ്യ വനിത V. ശ്രീപതി. VT ഭട്ടതിരിപ്പാടിന്റെ സ്മാരകം നിലവിൽ വരുന്ന ജില്ല പാലക്കാട് ജില്ലയിലാണ്. VT ഭട്ടതിരിപ്പാടിന്റെ പേരിൽ സ്മാരകം നിലവിൽ വരുന്നത്. 2ാമത് ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? സാറ ജോസഫ്. 2ാമത് ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് സാറ ജോസഫ് കറ എന്ന നോവലിന്.
ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ ആരംഭിച്ച ആപ്ലിക്കേഷന്റെ പേര് ഹരിതമിത്രം. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാനുള്ള ആപ്ലിക്കേഷനാണ് ഹരിതമിത്രം. രാജ്യത്തെ ഏക മദർഷിപ്പ് പോർട്ട് ഏതാണ്? വിഴിഞ്ഞം. രാജ്യത്തെ ഏക മദർഷിപ്പ് പോർട്ട് വിഴിഞ്ഞം. കേരളത്തിലെ ആദ്യ ഓക്സിജൻ പാർക്ക് നിലയിൽ വന്നത് പാളയം. തിരുവനന്തപുരം ജില്ലയിലെ പാളയത്തിലാണ് കേരളത്തിലെ ആദ്യ ഓക്സിജൻ പാർക്ക് നിലയിൽ വന്നത്. അതുപോലെ കേരളത്തിലെ ആദ്യ കൂൺ ഗ്രാമമായിട്ട് പ്രഖ്യാപിച്ചത് നന്ദിയോടാണ്. കൂൺ ഗ്രാമം നന്ദിയോട്. നേരത്തെ പറഞ്ഞത് പാട്ട് ഗ്രാമം വാൽമുട്ടി അല്ലെ. പാട്ട് ഗ്രാമം വാൽമുട്ടി ആണെങ്കിൽ കൂൺ ഗ്രാമം ഏതാണ്? നന്ദിയോട്. കഥകളി ഗ്രാമം ഏതാ പറഞ്ഞത്? അയിരൂർ ആണ്. കഥകളി ഗ്രാമം അയിരൂർ. കൂൺ ഗ്രാമം നന്ദിയോട്. സാഹിത്യകാരി പി വത്സലയുടെ അവസാന നോവല്. സാഹിത്യകാരി പി വത്സലയുടെ അവസാന നോവല് ചിത്രലേഖയാണ്. ചിത്രലേഖ. അതുപോലെ അടുത്തിടെ എക്സാമിന് ചോദിച്ചത് സാഹിത്യകാരി പി വത്സലയുടെ ആത്മകഥയുടെ പേര് കിളിക്കാലം എന്നാണ്. ആത്മകഥയുടെ പേര് കിളിക്കാലം. പി വത്സലയുടെ അവസാനത്തെ നോവലാണ് ചിത്രലേഖ. ചിത്രലേഖ. ഈ കാഴ്ച പരിമിതർക്കുള്ള പുനരധിവാസ കേന്ദ്രം. കാഴ്ച പരിമിതർക്കുള്ള പുനരധിവാസ കേന്ദ്രത്തിന്റെ പേര് പുനർജ്യോതി എന്നാണ്. പുനർജ്യോതി. കാഴ്ച പരിമിതർക്കുള്ള പുനരധിവാസ കേന്ദ്രം പുനർജ്യോതിയാണ്. ലോകബാങ്കിന്റെ നിലവിലെ പ്രസിഡന്റ്. ലോകബാങ്കിന്റെ നിലവിലെ പ്രസിഡന്റ് ആരാണ്? അജയ് ബാങ്കയാണ്. അജയ് ബാങ്ക. ലോകബാങ്കിന്റെ നിലവിലെ പ്രസിഡന്റ് ആരാണ്? അജയ് ബാങ്ക. 14ാമത് പ്രസിഡന്റ് ആണ് കേട്ടോ. ലോകബാങ്കിന്റെ 14ാമത് പ്രസിഡന്റ് ആണ് അജയ് ബാങ്ക. കേരളത്തിന്റെ നിലവിലെ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി. രജിസ്ട്രേഷൻ, മ്യൂസിയം, പുരാവസ്തു വകുപ്പൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. ആരാണ്? രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ്. കേരളത്തിലെ നിലവിലെ പുരാവസ്തു വകുപ്പ്, മ്യൂസിയം, രജിസ്ട്രേഷൻ മിനിസ്റ്റർ ആരാണ്? കടന്നപ്പള്ളി രാമചന്ദ്രൻ. നമുക്കറിയാം ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് വാസവനാണ്. എം വാസവനാണ് ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. പട്ടികജാതി പട്ടികവർഗ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി മാറി അല്ലെ. OR കേളു ആണ്. പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി OR കേളു ആണെങ്കിൽ വനിതാ ശിശു വികസന ആരാണ്? ആരോഗ്യമൊക്കെ വീണ ജോർജ്. ഗ്രാമവികസനം MB രാജേഷ്. ഭവനം ഭൂപരിഷ്കരണം K രാജനാണ് അല്ലെ. അതുപോലെ സാമൂഹ്യ നീതി വകുപ്പ് അത് PSC ഇടക്കിടക്ക് ചോദിക്കുന്നതാണ്. നിലവിൽ സാമൂഹ്യ നീതി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി R ബിന്ദു ആണ്. ഉന്നത വിദ്യാഭ്യാസം, സാമൂഹിക നീതിയൊക്കെ R ബിന്ദു. ഇനി ഗതാഗത മോട്ടോർ വകുപ്പൊക്കെ കൈകാര്യം ചെയ്യുന്നത് KB ഗണേഷ് കുമാർ ആണ്. KB ഗണേഷ് കുമാർ. നെക്സ്റ്റ് റാം കെയർ ഓഫ് ആനന്ദി എന്ന പുസ്തകം രചിച്ചത് ആര്? അടുത്തിടെ പബ്ലിഷ് ചെയ്ത പുസ്തകമാണ് റാം കെയർ ഓഫ് ആനന്ദി. ഈ പുസ്തകം രചിച്ചത് അഖിൽ P ധർമ്മജൻ ആണ് കേട്ടോ. അഖിൽ P ധർമ്മജൻ. റാം കെയർ ഓഫ് ആനന്ദി എന്ന പുസ്തകം രചിച്ചത് ആരാണ്? അഖിൽ P ധർമ്മജൻ. പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ആദ്യ സമ്മേളനം നടന്നത് എപ്പോഴാണ്? പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ആദ്യ സമ്മേളനം 2023 സെപ്റ്റംബർ 19 കേട്ടോ. പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ആദ്യ സമ്മേളനം 2023 സെപ്റ്റംബർ 19 ആണ്. പുതിയ പാർലമെന്റിന്റെ ആകൃതി ഏതാണ്? പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ആകൃതി ത്രികോണാകൃതിയാണ് അല്ലെ. ട്രയാങ്കിൾ ഷേപ്പ് ആണ്. അതുപോലെ പുതിയ പാർലമെന്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തത് ആരാണ്? ബിമൽ പട്ടേൽ ആണ്. ബിമൽ പട്ടേൽ. അപ്പൊ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ആദ്യ സമ്മേളനം നടന്നതാണ് 2023 സെപ്റ്റംബർ 19. ഇനി ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ആരാണ്? വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ആണ് കേട്ടോ. ഇന്ത്യയുടെ പുതിയ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി. ഇനി കാഴ്ചയുടെ തന്മാത്രകൾ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? കാഴ്ചയുടെ തന്മാത്രകൾ എന്ന പുസ്തകം രചിച്ചത് ബ്ലസ്സി ആണ്. ബ്ലസ്സി സംവിധായകൻ. ആടുജീവിതം സംവിധാനം ചെയ്ത ബ്ലസ്സി ആണ്. കാഴ്ച തന്മാത്ര ഈ ചിത്രങ്ങളൊക്കെ ബ്ലസ്സിയുടേതാണ് അല്ലെ. അപ്പൊ കാഴ്ചയുടെ തന്മാത്രകൾ എന്ന പുസ്തകം രചിച്ചത് ബ്ലസ്സി ആണ്. ഇനി കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയന്റെ മാസികയായ കർഷക തൊഴിലാളിയുടെ പ്രഥമ കേരള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? കേരള പുരസ്കാരം കേരള ജ്യോതി, കേരള ശ്രീ എല്ലാം പഠിച്ചു അല്ലെ. അതെല്ലാം കർഷക തൊഴിലാളിയുടെ പ്രഥമ കേരള പുരസ്കാരം ലഭിച്ചത് VS അച്യുതാനന്ദനാണ്. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയന്റെ മാസികയാണ് കർഷക തൊഴിലാളി. അതിന്റെ കേരള പുരസ്കാരമാണ് VS അച്യുതാനന്ദൻ ലഭിച്ചത്. അപ്പൊ 71 മുതലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി പറയാം. കേരളത്തിന്റെ ആദ്യ കൂൺ ഗ്രാമം നന്ദിയോടാണ്. നന്ദിയോട്. സാഹിത്യകാരി P വത്സലയുടെ അവസാനത്തെ നോവല് ചിത്രലേഖ. ആത്മകഥയുടെ പേര് കിളിക്കാലം കേട്ടോ. കാഴ്ച പരിമിതർക്കുള്ള പുനരധിവാസ കേന്ദ്രം പുനർജ്യോതിയാണ്. മന്ദഹാസം എന്താണ്? പല്ലുകൾ വെച്ച് നൽകുന്നത് അല്ലെ. സൗജന്യമായിട്ട് കൃത്രിമ ദന്തനിര വെച്ച് നൽകുന്ന പദ്ധതിയുടെ പേരാണ് മന്ദഹാസം. അപ്പൊ കാഴ്ച പരിമിതർക്കുള്ള പുനരധിവാസ കേന്ദ്രത്തിന്റെ പേര് പുനർജ്യോതിയാണ്. ലോകബാങ്കിന്റെ നിലവിലെ പ്രസിഡന്റ് ആരാണ്? അജയ് ബാങ്കയാണ്. അജയ് ബാങ്ക 14ാമത് പ്രസിഡന്റ് ആണ്. കേരളത്തിന്റെ നിലവിലെ രജിസ്ട്രേഷൻ, മ്യൂസിയം, പുരാവസ്തു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ്? രാമചന്ദ്രൻ കടന്നപ്പള്ളി. അതിന്റെ കൂടെ ദേവസ്വം ബോർഡ് ആരാണ്? ദേവസ്വം വകുപ്പ് വാസവൻ. പട്ടികജാതി പട്ടികവർഗകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി OR കേളു ആണ്.
വനിതാ ശിശു വികസനം ആരോഗ്യമൊക്കെ വീണ ജോർജ്, ഗ്രാമവികസനം MP രാജേഷ്, സാമൂഹ്യ നീതി വകുപ്പ് R ബിന്ദു, ഉന്നത വിദ്യാഭ്യാസം R ബിന്ദു ആണ്. ഭവനം ഭൂപരിഷ്കരണം K രാജനാണെങ്കിൽ ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് MP രാജേഷ് അല്ല, ഗതാഗത വകുപ്പ് മോട്ടോർ വകുപ്പൊക്കെ കൈകാര്യം ചെയ്യുന്നത് KB ഗണേഷ് കുമാർ. ഗ്രാമവികസനാണ് MP രാജേഷ് കേട്ടോ. പാർലമെന്ററി കാര്യം ഗ്രാമവികസനം MP രാജേഷ് ആണെങ്കിൽ ഗതാഗത മോട്ടോർ വാഹനത്തിന്റെ വകുപ്പ് KB ഗണേഷ് കുമാർ. പിന്നെ പറഞ്ഞത് റാം കെയർ ഓഫ് ആനന്ദി എന്ന പുസ്തകം രചിച്ചതാരാണ്? റാം കെയർ ഓഫ് ആനന്ദി എന്ന പുസ്തകം അഖിൽ പി ധർമ്മജൻ രചിച്ചതാണ് റാം കെയർ ഓഫ് ആനന്ദി എന്ന പുസ്തകം. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ആദ്യ സമ്മേളനം നടന്നത് എപ്പോഴാണ്? 2023 സെപ്റ്റംബർ 19. ഇനി ഇന്ത്യയുടെ പുതിയ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ആണ്. ഇന്ത്യയുടെ പുതിയ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി. കാഴ്ചയുടെ തന്മാത്രകൾ എന്ന പുസ്തകം രചിച്ചതാരാണ്? ബ്ലസ്സി ആണ്. കാഴ്ചയുടെ തന്മാത്രകൾ എന്ന പുസ്തകം ബ്ലസ്സി. ഇനി കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയന്റെ മാസികയായ കർഷക തൊഴിലാളിയുടെ പ്രഥമ കേരള പുരസ്കാരം ലഭിച്ചത് VS അച്യുതാനന്ദനാണ്. കർഷക തൊഴിലാളിയുടെ പ്രഥമ കേരള പുരസ്കാരം ലഭിച്ചത് VS അച്യുതാനന്ദൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാനത്ത് HIV ബാധ ഇല്ലാതാക്കാനുള്ള ആരോഗ്യ വകുപ്പിന്റെ ക്യാമ്പയിൻ. HIV ബാധ ഇല്ലാതാക്കാനുള്ള ക്യാമ്പയിന്റെ പേര് 1-0 എന്നുള്ളതാണ്. 1-0. അപ്പൊ 1-0 ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിക്കാം. HIV ആണ്, എയ്ഡ്സുമായി ബന്ധപ്പെട്ടതാണ് 1-0. നേരത്തെ പറഞ്ഞത് ആശാധാര ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ആശാധാര ഹീമോഫീലിയ, സിക്കിൾ സെൽ അലീമിയ ഒക്കെ ബാധിച്ചവർക്കുള്ള പദ്ധതിയാണ് ആശാധാര. അതുപോലെ HIV-ൻ്റെത് 1-0 കേട്ടോ. ഇനി US നിഘണ്ടുവായ മെറിയം വെബ്സ്റ്ററിന്റെ 2023 വാക്കായി തെരഞ്ഞെടുത്തത്. മെറിയം വെബ്സ്റ്റർ 2023 വേർഡ് ഏതാണ്? ഓതന്റിക് ആണ്. ഓതന്റിക്. കുറെ ഡിക്ഷണറി ഉണ്ട് അല്ലെ, കുറെ നിഘണ്ടു ഉണ്ട്. ഇപ്പൊ മറിയം വെബ്സ്റ്ററിന്റെ ആണ് ഓതന്റിക്. കോളിൻ ഡിക്ഷണറിയുടെ ഏതാണ്? AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുള്ളതാണ് കോളിൻ ഡിക്ഷണറിയുടെ വാക്ക്. ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുടെ വാക്കായിട്ട് 2023 തെരഞ്ഞെടുത്തത് റിസ് ആണ്. റിസ്. അപ്പൊ US നിഘണ്ടുവായ മറിയം വെബ്സ്റ്ററിന്റെ 2023 വാക്ക് ഓതന്റിക്. ഓർമ്മിച്ചോളൂ, ഓതന്റിക്. ഇനി 700 വർഷം പഴക്കമുള്ള വട്ടെഴുത്ത് ലിഖിതം കണ്ടെത്തിയ ജില്ല. വട്ടെഴുത്ത് ലിഖിതം കണ്ടെത്തിയത് പാലക്കാട് ജില്ലയിൽ നിന്നാണ് കേട്ടോ. എത്ര വർഷം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്നത്? 700 വർഷം. ഇന്ത്യയിലെ ആദ്യ വേസ്റ്റ് ഇക്കോ പാർക്ക് നിലവിൽ വരുന്നത്. ഇന്ത്യയിലെ ആദ്യ വേസ്റ്റ് ഇക്കോ പാർക്ക് ഡൽഹിയിലാണ് നിലവിൽ വരുന്നത്. വേസ്റ്റ് ഇക്കോ പാർക്ക് ഡൽഹി. ഇനി കെട്ടിട നിർമ്മാണ പെർമിറ്റ് അനുവദിക്കുന്നതിനുള്ള ഗവർണൻസ് സോഫ്റ്റ്വെയറിന്റെ പേര് സങ്കേതം എന്നാണ്. സങ്കേതം. കെട്ടിട നിർമ്മാണ പെർമിറ്റ് അനുവദിക്കുന്നതിനുള്ള ഗവർണൻസ് സോഫ്റ്റ്വെയർ ഏതാണ്? സങ്കേതം. സംസ്ഥാന ജീവനക്കാർക്കും പെൻഷൻകാർക്കുള്ള പിന്നെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്പ് ആണ്. സംസ്ഥാന ജീവനക്കാർക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേര് മെഡിസെപ്പ്. മെഡിസെപ്പുമായിട്ട് സഹകരിക്കുന്ന ഇൻഷുറൻസ് കമ്പനി ഏതാന്ന് ചോദിച്ചാൽ ഓറിയന്റൽ ഇൻഷുറൻസ് ആണ് കേട്ടോ. ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയാണ് മെഡിസെപ്പുമായിട്ട് സഹകരിക്കുന്ന കമ്പനി. 2023 വയലാർ അവാർഡ് ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ്. നേരത്തെ പറഞ്ഞ ജീവിതം ഒരു പെൻഡുലം ആരുടെ കൃതിയാണെന്ന് ചോദിച്ചില്ലേ? ശ്രീകുമാരൻ തമ്പിയുടേത്. അപ്പൊ ഈ ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ് 2023 വയലാർ അവാർഡ് ലഭിച്ചത്. 47ാമത് വയലാർ അവാർഡാണ് 2023 ശ്രീകുമാരൻ തമ്പിക്ക് ലഭിച്ചത് കേട്ടോ. ഇനി നൂർ എന്ന സൈനിക ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം. നൂർ എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചത് ഇറാനാണ്. ഇറാൻ. ഇനി തോൽക്കില്ല ഞാൻ എന്ന കൃതി രചിച്ചതാരാണ്? തോൽക്കില്ല ഞാൻ ടിക്കാറാം മീനയാണ് കേട്ടോ. ടിക്കാറാം മീന രചിച്ചതാണ് തോൽക്കില്ല ഞാൻ എന്ന കൃതി. മുൻ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥയായ ടിക്കാറാം മീനയുടേതാണ് തോൽക്കില്ല ഞാൻ എന്ന കൃതി. ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ ലോക അദാലത്ത് ആരംഭിച്ച സംസ്ഥാനം. ഡിജിറ്റൽ ലോക അദാലത്ത് ആരംഭിച്ചത് രാജസ്ഥാനിലാണ്. ഡിജിറ്റൽ ലോക അദാലത്ത് രാജസ്ഥാൻ. പത്മശ്രീ ലഭിക്കുന്ന ആദ്യത്തെ തെയ്യം കലാകാരൻ ആരാണ്? പത്മശ്രീ ലഭിക്കുന്ന ആദ്യ തെയ്യം കലാകാരൻ EP നാരായണ പെരുവണ്ണാനാണ്. കണ്ണൂർ ജില്ലക്കാരനായ EP നാരായണ പെരുവണ്ണാനാണ് പത്മശ്രീ ലഭിക്കുന്ന ആദ്യ തെയ്യം കലാകാരൻ. ഇനി ഫിഫയുടെ നിലവിലെ പ്രസിഡന്റ് ആരാണ്? ജിയാനോ ഇൻഫാന്റിയോ ആണ്. 3ാം തവണയാണ് ഈ ഫിഫയുടെ പ്രസിഡന്റ് ആയിട്ട് ജിയാനോ ഇൻഫാന്റിയോ തെരഞ്ഞെടുക്കപ്പെടുന്നത് കേട്ടോ. ഫിഫയുടെ നിലവിലെ പ്രസിഡന്റ് ആരാണ്? ജിയാനോ ഇൻഫാന്റിയോ. അപ്പൊ 81 മുതലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി പറയാം. സംസ്ഥാനത്ത് HIV ബാധ ഇല്ലാതാക്കാനുള്ള ആരോഗ്യ വകുപ്പിന്റെ ക്യാമ്പയിന്റെ പേര് 1-0. US നിഘണ്ടുവായ മെറിയം വെബ്സ്റ്ററിന്റെ 2023 വാക്കായി തെരഞ്ഞെടുത്തത് ഓതന്റിക് ആണ്. 700 വർഷം പഴക്കമുള്ള വട്ടെഴുത്ത് ലിഖിതം കണ്ടെത്തിയ ജില്ല പാലക്കാട്. ഇന്ത്യയിലെ ആദ്യ വേസ്റ്റ് ഇക്കോ പാർക്ക് ഡൽഹി. കെട്ടിട നിർമ്മാണ പെർമിറ്റ് അനുവദിക്കാനുള്ള സോഫ്റ്റ്വെയറിന്റെ പേര് സങ്കേത.
സംസ്ഥാന ജീവനക്കാർക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്പ്. 2023 വയലാർ അവാർഡ് ജേതാവ് ശ്രീകുമാരൻ തമ്പി, ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്ക്. നൂർ എന്ന സൈനിക ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഇറാനാണ്. തോൽക്കില്ല ഞാൻ എന്ന കൃതി രചിച്ചതാരാണ്? ടിക്കാറാം മീന. ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ ലോക അദാലത്ത് ആരംഭിച്ച സ്റ്റേറ്റ് രാജസ്ഥാൻ. പിന്നെ പത്മശ്രീ ലഭിക്കുന്ന ആദ്യ തെയ്യം കലാകാരൻ ആരാണ്? EP നാരായണ പെരുവണ്ണാൻ. പിന്നെ പറഞ്ഞത് ഫിഫയുടെ നിലവിലെ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോ. 3ാം തവണയാണ് ഇദ്ദേഹം ഫിഫയുടെ പ്രസിഡന്റ് ആകുന്നത്, ജിയാനി ഇൻഫാന്റിനോ. അടുത്ത ക്വസ്റ്റ്യൻ, അവസാനത്തെ 10ആണ്. 2023 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് പ്രൊഫസർ SK വസന്തനാണ്. 2023 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് പ്രൊഫസർ SK വസന്തൻ. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ പഠിച്ചോളൂ. കേരള സംസ്കാര ചരിത്ര നിഘണ്ടു എന്നുള്ളത് ആരുടെ പുസ്തകമാണ് ചോദിക്കാം? SK വസന്തനാണ്. നമ്മൾ നടന്ന വഴികൾ, അതും SK വസന്തന്റെ രചനയാണ്. പടിഞ്ഞാറൻ കാവ്യമീമാംസ എന്നീ പുസ്തകം രചിച്ചതും SK വസന്തനാണ്. അപ്പൊ 2023 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് SK വസന്തനാണ്. ഇനി ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് നടന്ന ഡേറ്റ്. ചന്ദ്രയാൻ 3യുടെ സോഫ്റ്റ് ലാൻഡിംഗ് നടന്ന 2023 ഓഗസ്റ്റ് 23-നാണ്. 2023 ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. ഓഗസ്റ്റ് 23-നാണ്. 2023 ഓഗസ്റ്റ് 23-നാണ് ചന്ദ്രയാൻ 3യുടെ സോഫ്റ്റ് ലാൻഡിംഗ് നടന്നത്. അത് ദേശീയ ബഹിരാകാശ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ഇപ്പൊ ചന്ദ്രയാൻ 3 അറിയാം, 2023 ജൂലൈ 14-നാണ് വിക്ഷേപിച്ചത് അല്ലെ. ലാൻഡറിന്റെ പേരെന്താ? വിക്രമാണ്. റോവറിന്റെ പേര് പ്രഗ്യാൻ. ചന്ദ്രയാൻ 3 റോവറിന്റെ പേര് പ്രഗ്യാൻ. നെക്സ്റ്റ്, കേരള സാഹിത്യ അക്കാദമിയുടെ നിലവിലെ പ്രസിഡന്റ്. കേരള സാഹിത്യ അക്കാദമിയുടെ നിലവിലെ പ്രസിഡന്റ് K സച്ചിദാനന്ദനാണ്. K സച്ചിദാനന്ദൻ. അടുത്തത് 2023 ബുക്കർ സമ്മാന ജേതാവ് പോൾ ലിഞ്ച് ആണ്. ഐറിഷ് എഴുത്തുകാരനായ പോൾ ലിഞ്ച്.